തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് DMKയും കോൺഗ്രസും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന അകൽച്ച ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പങ്കാളികളായി ഒരുമിച്ച് മുന്നേറിയിരുന്ന ഈ രണ്ട് പാർട്ടികളുടെയും ബന്ധത്തിൽ അകൽച്ച പ്രകടമായതോടെ അതിനെ ദേശീയ തലത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന കണക്കുകൂട്ടലിലാണ് BJP നേതൃത്വം. പ്രത്യേകിച്ച് പാർലമെന്റിലെ നിർണായക ബില്ലുകൾ പാസാക്കൽ, അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, കൂടാതെ പ്രതിപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തൽ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് BJP ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ. തമിഴ്നാട്ടിൽ നടന്ന പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. വിജയ് നേതൃത്വം നൽകുന്ന TVKയുമായി കോൺഗ്രസ് കൂടുതൽ അടുപ്പം പുലർത്തിയെന്ന വിലയിരുത്തലാണ് DMKയെ അസ്വസ്ഥരാക്കിയത്. തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതുപോലെയാണെന്ന കടുത്ത വിമർശനവും DMK നേതാക്കൾ ഉയർത്തി. അതിന്റെ തുടർച്ചയായി ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം ഇരിക്കാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ DMK പ്രത്യേക ഇരിപ്പിട ക്രമീകരണം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്തയച്ചതും രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചു. സാധാരണ രാഷ്ട്രീയ അസ്വാരസ്യങ്ങളെക്കാൾ ആഴത്തിലുള്ള ബന്ധവിള്ളലുകളാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നാണ് സൂചന. ഈ സാഹചര്യത്തെ BJP വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇപ്പോഴും BJPക്കും NDAക്കും വലിയ ദൂരം ബാക്കിയുണ്ട്. ഭരണഘടനാ ഭേദഗതികൾ പോലുള്ള നിർണായക നിയമനിർമ്മാണങ്ങൾക്ക് ആവശ്യമായ സംഖ്യാബലം നിലവിൽ NDAക്കില്ല. ലോക്സഭയിൽ ആവശ്യമായ 362 അംഗങ്ങളുടെ പിന്തുണ നേടാൻ ഇപ്പോഴുള്ള കണക്ക് പ്രകാരം BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിന് 10,000 രാഷ്ട്രീയ ശ്രമങ്ങൾ വേണം. അത്തരമൊരു ഘട്ടത്തിലാണ് 22 ലോക്സഭാംഗങ്ങളുള്ള DMKയെ BJP ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി കാണുന്നത്. മണ്ഡല പുനർനിർണയ ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് സമയത്ത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമായിരുന്നു. അന്ന് സഭയിൽ 528 അംഗങ്ങളാണ് സന്നിഹിതരായിരുന്നത്. 2/3 ഭൂരിപക്ഷത്തിന് ആവശ്യമായത് 352 വോട്ടുകളായിരുന്നു. എന്നാൽ NDAക്ക് നേടാനായത് 298 വോട്ടുകൾ മാത്രം, അതായത് 54 വോട്ടുകളുടെ കുറവ്. ആ സമയത്ത് DMKയുടെ എല്ലാ അംഗങ്ങളും പ്രതിപക്ഷത്തിനൊപ്പം ബില്ലിനെ എതിർത്തു. എന്നാൽ ഭാവിയിൽ ദേശീയ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളിൽ DMK നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയോ വിഷയാധിഷ്ഠിത പിന്തുണ നൽകുകയോ ചെയ്താൽ BJPക്ക് അത് വലിയ രാഷ്ട്രീയ കരുത്തായി മാറും എന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്ര നേതൃത്വം. എന്നാൽ BJPയും DMKയും തമ്മിലുള്ള ആശയപരമായ അകലം വളരെ വലുതാണ്. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം സംബന്ധിച്ച വിഷയത്തിൽ DMK കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത്. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം പുനർക്രമീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കാനുള്ള ശ്രമമാണെന്നാണ് DMK ആരോപിക്കുന്നത്. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ചപ്പോൾ അതിന്റെ പേരിൽ പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് സ്റ്റാലിൻ സർക്കാർ അന്നെടുത്ത നിലപാട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ BJPയുമായി പൊരുത്തപ്പെടുക DMKക്ക് എളുപ്പമാകില്ല. അതുപോലെ തന്നെ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇരു പാർട്ടികളെയും അകലെയാക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ വിമർശിച്ച് നടത്തിയ പരാമർശങ്ങൾ ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. BJP അതിനെ ഹിന്ദു വിശ്വാസങ്ങളിലേക്കുള്ള ആക്രമണമെന്ന നിലയിൽ ശക്തമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതോടെ BJPയും DMKയും തമ്മിലുള്ള വാക്കുതർക്കം രൂക്ഷമായി. അതിനാൽ ആശയപരമായ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു രാഷ്ട്രീയ സഹകരണം എത്രത്തോളം സാധ്യമാകുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യമായി ഉയരുന്നത്. എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശാശ്വത സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ലെന്നതാണ് ചരിത്രം തെളിയിക്കുന്നത്. ഒരു കാലത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു DMK. കേന്ദ്രത്തിൽ BJP സർക്കാരിനെ പിന്തുണച്ച ചരിത്രം പാർട്ടിക്കുണ്ട്. ആ പഴയ ബന്ധം വീണ്ടും പുതുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്. എന്നാൽ ഇത്തവണ പൂർണ്ണ സഖ്യമല്ല, വിഷയങ്ങളിൽ അധിഷ്ഠിതമായ പിന്തുണ എന്ന രീതിയിലായിരിക്കും BJP ആദ്യം ശ്രമിക്കുക എന്നാണ് സൂചന. ഇത്തരമൊരു മാതൃക ഇതിനു മുൻപും ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ്, K ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതി എന്നീ പാർട്ടികൾ ഔദ്യോഗികമായി NDAയുടെ ഭാഗമല്ലെങ്കിലും ചില വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചിട്ടുണ്ട്. അതുപോലൊരു വിഷയാധിഷ്ഠിത സഹകരണം DMKയുമായി സാധ്യമാകുമോ എന്നതാണ് BJP പരിശോധിക്കുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യവും BJPയെ പുതിയ കണക്കുകൂട്ടലിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു കാലത്ത് സംസ്ഥാനത്ത് BJPയുടെ പ്രധാന കക്ഷികളായിരുന്ന AIADMK ഇപ്പോൾ ആഭ്യന്തര കലഹങ്ങളാൽ ദുർബലപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ അധികാരപ്പോരും നേതൃത്വ പ്രതിസന്ധിയും BJPയെ ആശങ്കപ്പെടുത്തുന്നു. ഭാവിയിൽ AIADMK വിഭജിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുത്തേണ്ട സാഹചര്യം BJPക്ക് ഉണ്ടാകാം. അതേസമയം TVKയുടെ ഉയർച്ച DMKയെ പ്രതിരോധ നിലയിലാക്കിയിരിക്കുകയാണ്. വിജയ് യുവജനങ്ങളിൽ നേടിയ സ്വാധീനം DMKയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വരെ സ്വാധീനം ചെലുത്തി
ചെലുത്തുന്നുവെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി DMK ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രായോഗിക സമീപനത്തിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തലും ശക്തമാണ്. സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒരേ സമയം ശക്തമായ പ്രതിപക്ഷ നിലപാട് തുടരുക ഒരു പ്രാദേശിക പാർട്ടിക്ക് ദീർഘകാലം പ്രായോഗികമാക്കാനാകില്ലെന്നാണ് BJP കരുതുന്നത്. കേന്ദ്ര സർക്കാരുമായി കുറഞ്ഞത് പ്രവർത്തന തലത്തിലുള്ള സഹകരണമെങ്കിലും DMK സ്വീകരിക്കേണ്ട സാഹചര്യം വരാമെന്ന പ്രതീക്ഷയിലാണ് BJP. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഈ രാഷ്ട്രീയ ചർച്ചകളെ കൂടുതൽ സജീവമാക്കുന്ന ഘടകമാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങളുടെയും നിയമസഭാംഗങ്ങളുടെയും വോട്ടുകൾ നിർണായകമായതിനാൽ വലിയ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ BJPക്ക് അനിവാര്യമാണ്. തമിഴ്നാട്ടിൽ ശക്തമായ സാന്നിധ്യമുള്ള DMKയുടെ പിന്തുണ ലഭിച്ചാൽ അത് ഭരണപക്ഷത്തിന് വലിയ നേട്ടമാകും. അതിനൊപ്പം പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടെന്ന സന്ദേശം രാജ്യത്താകമാനം പ്രചരിപ്പിക്കാനും BJPക്ക് സാധിക്കും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ DMKയും BJPയും തമ്മിലുള്ള രാഷ്ട്രീയ അടുപ്പ സാധ്യത ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ ചർച്ചകളിലൊന്നായി മാറിക്കഴിഞ്ഞു. ആശയപരമായ ഭിന്നതകളും സംസ്ഥാനതല രാഷ്ട്രീയ മത്സരവും നിലനിൽക്കുന്നുണ്ടെങ്കിലും അധികാര രാഷ്ട്രീയം പലപ്പോഴും അപ്രതീക്ഷിത കൂട്ടുകെട്ടുകളിലേക്ക് വഴിവെക്കാറുണ്ട്. അതിനാൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ തമിഴ്നാട്ടിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും ഓരോ നീക്കവും രാജ്യം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.